ഹരിതചിന്തകൾ. പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ആകാശവാണി കവരത്തിയുടെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി മലപ്പുറം ജില്ലയിലെ താനൂർ സ്വദേശിയായ ഷബീർ അഹമ്മദ് KK. നമസ്കാരം, എൻ്റെ പേര് ഷബീർ എന്ന്. ഞാൻ ബാങ്കിങ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തോളം ബാങ്കിങ് മേഖലയിൽ കാർഷിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ചെന്നൈയിലും അതുപോലെ തമിഴ്നാട്, കർണാടക, അതുപോലെ ഇപ്പം കേരളത്തിലായിട്ട് ഒരുപാട് കർഷകരായിട്ട് ഇൻട്രാക്ട് ചെയ്യും. കർഷകർക്ക് വേണ്ട വായ്പകൾ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കും. കർഷകർക്ക് വേണ്ടുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ കർഷകരുടെ അനുഭവങ്ങളാണ് കൂടുതൽ. അപ്പോൾ അവർ ചെയ്യുന്ന കൃഷി രീതികളും പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന രീതികളും, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ലക്ഷദ്വീപിൻ്റെ ഒരു സിനാരിയോ വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ലക്ഷദ്വീപിലെ കാർഷികയിൽ എന്തൊക്കെയാണ് പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഉള്ളതെന്നും, അതുപോലെ തന്നെ അതിന് നമുക്ക് എങ്ങനെ പുതിയ ടെക്നോളജീസ്, കൃഷിയിൽ വരുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എന്തൊക്കെയാണ്, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൃഷി നന്നായിട്ട് കൊണ്ടുവരാൻ ഇവിടെ സാധിക്കുമെന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ലക്ഷദ്വീപ് നോക്കുകയാണെങ്കിൽ ജോഗ്രഫിക്കലി കുറച്ച് ഐസൊലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ചലഞ്ചാണ്. മറ്റ് നാടുകളെ പോലെ വളരെ എക്സ്റ്റെൻസീവായിട്ട് കൃഷി ചെയ്യാനുള്ള സാധ്യതകൾ വളരെ ലിമിറ്റഡ് ആണ്. അതുപോലെ വളരെ കുറച്ച് ഏരിയ ഉള്ളൂ, കൃഷിക്ക് വേണ്ട സ്ഥലങ്ങൾ വളരെ കുറവാണ്. പിന്നെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ വളരെ സാൻഡി സോയിലാണ്. അതുപോലെ തന്നെ വളക്കൂറ് കുറഞ്ഞ മണ്ണുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശാലമായ രീതിക്ക് കൃഷി ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചലഞ്ചസ് നമുക്ക് മറികടന്ന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്നത്തെ കൃഷി രീതികൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇപ്പം ലാൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഒരുപാട്, ഇപ്പം കേരളത്തിലാണെങ്കിലും ഇന്ത്യയുടെ പല ഭാഗത്താണെങ്കിലും ലാൻഡ് ഫ്രാഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ഏക്കർ കണക്കുള്ള കൃഷി രീതികൾ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സ്മാർട്ടായിട്ടുള്ള ഫാമിംഗ് മെത്തേഡിലോട്ടാണ് കൂടുതൽ ആളുകൾ ഇപ്പം പോകുന്നത്. സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ഹൈഡ്രോഫോണിക്സും എയറോപോണിക്സ് പോലത്തെ വെർട്ടിക്കൽ ഫാമിംഗ്. ഈ വെർട്ടിക്കൽ ഫാമിംഗ് നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കൃഷി ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം ഉദാഹരണത്തിന് ഇപ്പം ഹൈഡ്രോഫോണിക്സ് എന്നൊരു ടെക്നോളജി ആണെങ്കിൽ, അതായത് നമ്മൾ മണ്ണില്ലാണ്ട് കൃഷി ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഹൈഡ്രോഫോണിക്സ്. അതൊരു വെർട്ടിക്കൽ ഫാമിംഗ് മെത്തേഡാണ്. കുറഞ്ഞൊരു സ്പേസിൽ നമുക്ക് ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയും. അതായത് നമുക്ക് ഫുൾ ടൈം നമ്മൾ അവിടെ അവൈലബിലിറ്റി വേണമെന്നില്ല. ഇത് എല്ലാം ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആവുകയും വളരെ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒട്ടും കൃഷി അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതിനെ കൃഷിനെ കുറിച്ചിട്ട് ഇൻപുട്സും ഇൻസൈറ്റ്സും ഈ AI എനേബിൾഡ് ആയിട്ട് ടെക്നോളജിയിൽ പറയാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം കേരളത്തിലൊരു IIT പാലക്കാട് നിന്ന് റെവിൻ കൃഷി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അവർ ക്ലൈമറ്റ് സെൻസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തക്കാളി കൃഷി ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ തക്കാളിക്ക് മരുന്ന് അടിക്കേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഒരു പെസ്റ്റ് അറ്റാക്ക് വരുന്നത്, എപ്പോഴാണ് അതിൻ്റെ പ്രൂണിങ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇതിൻ്റെ ഹാർവെസ്റ്റ് വരിക, നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഇൻപുട്സ് ഓട്ടോമാറ്റിക് നമുക്ക് നമ്മുടെ ആപ്പ് വഴി അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഒരുപാട് ഫസൽ എന്ന് പറഞ്ഞ കുറേ AI ബേസ്ഡ് ആപ്പുകളുണ്ട്. അതുപോലെ കുറേ സ്റ്റാർട്ടപ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവരെല്ലാം ബേസിക്കലി ഇതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഫാമിംഗ് തന്നെ സ്മാർട്ട് ഫാമിംഗ് ഞാൻ പറഞ്ഞ പോലെ സെൻസേഴ്സാണ്, AI ഡ്രിവൺ ആണ്, IoT ബേസ്ഡ് ആയിട്ടുള്ള ഫാമിംഗ് മെത്തേഡുകളുണ്ട്. ഇനി മറ്റൊരു മേഖല വെച്ച് കഴിഞ്ഞാൽ ഈ ലേബേഴ്സിന് അവൈലബിലിറ്റിയുടെ വലിയൊരു ചലഞ്ചസ് ഉണ്ട്. നമ്മളൊരു വലിയ സ്കെയിലിൽ കൃഷി ചെയ്യുമ്പം അതിന് വേണ്ട സ്കിൽഡായിട്ടുള്ള ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി ഷോർട്ടേജ് ഉണ്ട്. അവിടെയാണ് ഫാം മെക്കനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപിൽ എടുക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് ഏറ്റവും കൂടുതലുള്ള ക്രോപ്പ് കോക്കനട്ടാണ്. അപ്പോൾ കോക്കനട്ട് ഹാർവെസ്റ്റ് ചെയ്യുക എന്നുള്ള വലിയ ചലഞ്ചാണ്. കാരണം അത് കൊണ്ടുവരികയും അത് പറിക്കാൻ ഒരാൾ വേണം, അതുപോലെ തന്നെ അത് അതിൻ്റെ ഹസ്ക് മാറ്റാനും അതൊക്കെ ഒരുപാട് പ്രോസസ്സ് ഇൻവോൾവ് ആണ്, ലേബർ ഇൻറ്റൻസീവ് ആയ ഒരു പ്രോസസ്സാണ്. അവിടെ അല്പം കേരളത്തിൽ കോഴിക്കോട് ബേസ്ഡ് ആയിട്ടൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഓൾട്രസേജ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞിട്ട്. സോ അവരൊരു തേങ്ങ പറിക്കുന്ന ഒരു റോബോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കൊക്കോബോട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ റോബോട്ട് ഇതുപോലെ തെങ്ങിൽ കയറുകയും തേങ്ങ, അതായത് ഒരു പാകമായ തേങ്ങ ഐഡൻറ്റിഫൈ ചെയ്യും AI ബേസ് ചെയ്തിട്ട്. അപ്പം ഒരുപാട് ലേണിങ്സ് കൊടുത്തിട്ട് ഏതൊക്കെയാണ് റൈപ്പൻഡ് ആയിട്ടുള്ളൊരു തേങ്ങ എന്ന് ഈ റോബോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പ്ലഗ് ചെയ്ത് താഴെ ഇടുന്നൊരു അത്തരത്തിലുള്ള റോബോട്ടുകൾ ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് സ്റ്റേജിലാണ്, അത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മെക്കനൈസേഷൻ, ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു മെക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതല്ലാണ്ട് തന്നെ നമുക്ക് ഓട്ടോമേറ്റഡ് ആയ പവർ ടില്ലേഴ്സ്, നമുക്ക് കോക്കനട്ടിൻ്റെ ഈ ടില്ലിങ്ങും പ്രോസസ്സിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന റോബോട്ട്സും അതുപോലെ തന്നെ പവർ ടില്ലേഴ്സും പവർ ടൂൾസും ഒക്കെ വന്നിട്ടുണ്ട്. ഈ പവർ ടില്ലേഴ്സും പവർ ടൂൾസ് തന്നെ ഏറ്റവും മേജറായിട്ട് നമുക്ക് EV ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ട് ഡീസൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്ന മെഷീനറീസ് മാറി EV ബേസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫാം മെക്കനൈസേഷനിൽ ഭാഗത്ത് വരുന്നത്. സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ച് നേരത്തെ പറഞ്ഞെടുത്ത് നമുക്ക് ഹൈഡ്രോഫോണിക്സും അതുപോലെ തന്നെ എയറോപോണിക്സൊക്കെ പറഞ്ഞപ്പം ചെറിയ യൂണിറ്റുകളിൽ നമുക്കൊരു 10 to 25 സെൻസിൻ്റെ അകത്ത് തന്നെ
ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റീസ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എസ്പെഷ്യലി ഗ്രീൻ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇപ്പോൾ നമ്മൾ ചെറി ടൊമാറ്റോസ് അല്ലെങ്കിൽ നമ്മുടെ ചില്ലി, ഒരു ഐലൻഡിന് വേണ്ടപ്പെട്ട രീതിക്കുള്ള അത്യാവശ്യമുള്ള കമ്മോഡിറ്റീസ് നമുക്ക് ഓൺ ഫാമുകൾ ക്രിയേറ്റ് ചെയ്തിട്ട്, ഈ വെർട്ടിക്കൽ ഫാമിങ് കുറച്ച് കോസ്റ്റ് ഇൻവോൾവ് ആണ്, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഒരു ഐലൻഡിന് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള പ്രൊഡക്ഷൻസ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ യൂണിറ്റുകളിൽ ഇപ്പം കേരളത്തിൽ പോലും സജീവമായിട്ടുണ്ട്. ഇപ്പം വയനാട് എക്സോട്ടിക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അഗ്രസീവായിട്ട് ഇതുപോലെ എക്സോട്ടിക് വെജിറ്റബിൾസ് ഒക്കെ ചെയ്തു തുടങ്ങുന്ന ഒരുപാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനീസ് വരെ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപിൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസും കമ്പനീസും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കൂട്ടം കർഷകരെല്ലാവരും ചേർന്നിട്ട്, ഇപ്പം ഇവിടെ ധാരാളം ഇപ്പം നാളികേരം, തെങ്ങുള്ളത് കൊണ്ട് തന്നെ കോക്കനട്ട് കർഷകർ ഒരുപാടുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കർഷക കൂട്ടായ്മ ഫോം ചെയ്യും, ഒരു കമ്പനി പോലെ രജിസ്റ്റർ ചെയ്യും ചെയ്യുന്നതിനാണ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു FPO ഫോം ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഇവരെ ഈ തേങ്ങ കൊടുക്കുകയും ഒറ്റൊരു യൂണിറ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ യൂണിറ്റിൻ്റെ എല്ലാവർക്കും അവിടെ കോക്കനട്ട് കൊടുക്കുകയും ആ ഒറ്റ യൂണിറ്റ് തന്നെ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ഈ കമ്പനിക്ക് ഒരുമിച്ച് ഇതിനെ സെല്ല് ചെയ്യും, മാർക്കറ്റ് കണ്ടെത്താനൊക്കെ പറ്റും. അപ്പം കുറച്ചും കൂടിയും നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാനും പറ്റും, കുറച്ചും കൂടി നല്ല ബയേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ FPO ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ കമ്പനികൾ ഫോം ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. FPO ഫോം ചെയ്യുകയാണെങ്കിൽ FPOക്ക് ഒരുപാട് സബ്സിഡീസ് ഉണ്ട്. ഇപ്പം കേരളത്തിലേക്കാണ് FPOക്ക് നമ്മുടെ ഇനീഷ്യൽ ഗ്രാൻഡ് പോലെ കുറച്ച് എമൗണ്ടുകളൊക്കെ കിട്ടും. അപ്പം കർഷകർക്ക് എല്ലാവരും കുറച്ചും കൂടി ഒരുമിച്ച് ഒരു ക്ലസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്തിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് നേടിക്കൊടുക്കാൻ FPO പോലത്തെ കമ്പനി ഫോം ചെയ്താൽ നമുക്ക് സാധിക്കാൻ പറ്റും. പിന്നെ ഒട്ടും അൺടാപ്ഡ് ആയിട്ടൊരു പൊട്ടൻഷ്യലായിട്ട് നീര ടാപ്പിംഗ് ആണ്. നീര ടാപ്പ് ചെയ്യുന്ന റോബോട്ടിക് യന്ത്രങ്ങളൊക്കെ ഇപ്പം കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഫോം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ കമ്പനിയായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് നീര ടാപ്പിങ്ങും നീരയുടെ ഒരു മാർക്കറ്റും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ലക്ഷദ്വീപിലുള്ളത്. ഡ്രോൺ ടെക്നോളജി ഉണ്ട് കേരളത്തിൽ. ഇപ്പം ഡ്രോൺ ടെക്നോളജീസ് നോക്കുകയാണെങ്കിൽ ഇപ്പം കേരളത്തിൽ മെയിൻലി നമുക്ക് വയലുകളൊക്കെ ഡ്രോൺസ് വെച്ചിട്ട് മരുന്നടിക്കുന്നൊരു സിനാരിയോ വന്നു. പക്ഷേ ലക്ഷദ്വീപിൽ നമുക്ക് കോക്കനട്ടിന് വേണ്ട ഈ അനാലിസിസ്, അതിൻ്റെ ഡിസീസ് അല്ലെങ്കിൽ പെസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അറ്റാക്ക്, അതിൻ്റെ അനാലിസിസ് നമുക്ക് ഡ്രോൺ ടെക്നോളജി യൂസ് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ലക്ഷദ്വീപ് ത്രൂ ഔട്ട് ഒരു ഓർഗാനിക് ഫാമിംഗ് മെത്തേഡാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പെസ്റ്റിസൈഡ് സ്പ്രേയിങ്ങോ അതിൻ്റെ ഒന്നും ഡ്രോൺ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഡിസീസ് പെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷനൊക്കെ അല്ലെങ്കിൽ മാപ്പിങ്ങിനൊക്കെ ഈ ഡ്രോൺസ് വെച്ച് യൂട്ടിലൈസ് ചെയ്യാവുന്നുള്ളൂ. അതിൻ്റെ ഒരു റവന്യൂ മോഡൽ എത്രത്തോളം വരുന്നത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഈ ബാങ്ക് സബ്സിഡികൾ ധാരാളം, ഗവൺമെൻറ് സബ്സിഡികൾ ബാങ്ക് മുഖേന ലോൺ വഴി ഒരുപാട് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ദ്വീപിലെ നിവാസികൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇത്രയും ബഡ്ജറ്റ് മാറ്റിയേക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 30 കോടിയാണ് ഇപ്പോൾ ലക്ഷദ്വീപിന് ബഡ്ജറ്റ് അലോട്ട് ചെയ്തത്. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത വർഷം സെയിം ബഡ്ജറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കുറഞ്ഞു വരും. എസ്പെഷ്യലി ലക്ഷദ്വീപ് ഒരു ST കാറ്റഗറീസ് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം തന്നെ PMEGP പോലത്തെ സ്കീമുകളും അവൈലബിൾ. PMEGP പറഞ്ഞാൽ നമുക്കൊരു ഏതൊരു തൊഴിൽ തുടങ്ങാനായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞ കാർഷിക മേഖല ആവണമെന്നില്ല, ഒരു ടൈലറിങ് യൂണിറ്റ് ആണെങ്കിൽ ഒരു വീട്ടിലൊരു ചെറിയ ടൈലറിങ് യൂണിറ്റ് തുടങ്ങാൻ പോലും, അല്ലെങ്കിൽ ചെറിയ ഒരു വേറെ രീതിക്കുള്ള ഒരു SME MSME മോഡൽ ബിസിനസ് തുടങ്ങാനൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് സബ്സിഡീസ് അവൈലബിളായ സ്കീമാണ് PMEGP പോലത്തെ സ്കീമുകൾ. അപ്പം ഈ സ്കീമുകളൊക്കെ എല്ലാ വർഷം ആൾക്കാരിത് യൂട്ടിലൈസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ് ഫണ്ട് അലോക്കേഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ട് അലോക്കേഷൻ കുറഞ്ഞുകൊണ്ട് വരും. അപ്പം പൊതുവേ ആൾക്കാർക്ക് ഒരു ധാരണ ഇതിന് പുറകെ പോയി സമയം പോകും അല്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടി ട്രാൻസ്പാരൻ്റ് ആണ്. ഇപ്പം ഓൺലൈനിലാണ് ഇപ്പം AF പോലത്തെ സാധനങ്ങളൊക്കെ ഓൺലൈനിലാണ്. അപ്പോൾ ഏത് സ്റ്റേജിലാണ് പെൻഡിങ് എന്ന് പോലും അറിയാൻ പറ്റും. പിന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് അപ്രൂവൽ കൊടുക്കണമെന്ന് ബാങ്കിനൊക്കെ നിർദ്ദേശമുണ്ട്. ഇല്ലെങ്കിൽ ബാങ്കിന് റിവ്യൂ മീറ്റിങ്ങിലൊക്കെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിന് ടൈം ലൈൻ പലതും കിട്ടുന്നുണ്ട്. അപ്പം 1 ലക്ഷം കോടി രൂപയാണ് AFൻ്റെ അകത്ത് ഈ കഴിഞ്ഞ വർഷം വരെ 7 വർഷത്തെ പ്രൊജക്റ്റായിരുന്നു. ഇപ്പോൾ ഇത് 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് അലോട്ട് ചെയ്തല്ലോ. ഒരുപാട് നല്ല യൂണിറ്റ് കേരളത്തിൽ AFൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല സക്സസ്ഫുൾ ആയ എൻ്റർപ്രണേഴ്സും ഉണ്ട്. അപ്പം ലക്ഷദ്വീപിലെ ആൾക്കാർ ഇതുപോലെ ഗവൺമെൻറ് സബ്സിഡീസും ബെനിഫിറ്റ്സും എടുത്ത് മുന്നോട്ട് വരുന്നതാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നല്ല സ്കീമുകളും അല്ലെങ്കിൽ AFും PMFMയും പോലത്തെ സ്കീമുകളെടുത്ത് ജനങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷനും ഇതൊക്കെ ബഡ്ജറ്റൊക്കെ അലോട്ട് ചെയ്ത് വരുള്ളൂ. ഇതുപോലെ തന്നെ അഗ്രി ബേസ്ഡ് പറയുമ്പോൾ തന്നെ ദ്വീപിലെ ഏറ്റവും വലിയൊരു സിനാരിയോ ആണ് ഫിഷറീസ് മേഖല. ഫിഷറീസ് മേഖലയിൽ ഒരുപാട് ടെക്നോളജീസ് ഇതുപോലെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതായത് മെക്കനൈസ്ഡ് ബോട്ട് തന്നെ ഒരുപാട് ഇപ്പം കൂടുതൽ നേരം കടലിൽ പോയി മീൻ പിടിക്കാവുന്ന രീതിക്കുള്ള ഡെവലപ്ഡ് ബോട്ട്സുകൾ വന്നിട്ടുണ്ട്. സോളാർ എനർജിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബോട്ടുകൾ ഡെവലപ്ഡ് ആയിട്ടുണ്ട്.
പിന്നെ ഫിഷിങ്ങിന് കൂടുതൽ AI ബേസ്ഡ് ഇൻപുട്സ് കൊടുത്തിട്ട് ഏത് ഭാഗത്താണ് കൂടുതൽ മീൻ ഉണ്ടാവുക, അതുപോലെ മാപ്പിംഗ് ചെയ്തിട്ടും പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഫിഷിങ് ചെയ്യാവുന്ന ടെക്നോളജീസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫിഷർമെൻസിന് കുറച്ചും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ തന്നെ ഒരുപാട് പ്രൊഡക്ഷനും അല്ലെങ്കിൽ മീൻ പിടിക്കാനൊക്കെ സാധിക്കുന്ന ടെക്നോളജീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ച് മുമ്പ് ഞാൻ സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ലക്ഷദ്വീപിൽ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് മോസ്റ്റ്ലി ഇമ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പുറത്തുനിന്ന് കേരളത്തിൽ നിന്നോ മെയിൻലാൻഡിൽ നിന്ന് വരുന്നൊരു സിനാരിയോ ഉള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ തക്കാളി പോലത്തെ വെജിറ്റബിൾസ് ഇപ്പോൾ ഇവിടുത്തെ ബിരിയാണി പോലും തക്കാളിയുടെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പം 2 റീസൺ. ഒന്ന്, ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല, മെയിൻലാൻഡിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ തക്കാളി പോലത്തെ ബേസിക് വെജിറ്റബിൾസ് നമുക്ക് ഈ ദ്വീപിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാവുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ ഈ വെർട്ടിക്കൽ ഫാമിംഗ് വഴി തന്നെ നമുക്ക് ഒരു വീട്ടിൽ അവരുടെ വീട്ടിൽ വേണ്ട പച്ചക്കറികൾ ഐദർ ഓൺ ടെറസോ അല്ലെങ്കിൽ അവരുടെ ചെറിയൊരു സ്പേസ് തന്നെ ഈ ഹൈഡ്രോഫോണിക്സോ അല്ലെങ്കിൽ എയറോഫോണിക്സോ വെച്ച് ചെയ്യാവുന്നുള്ളൂ. വെർട്ടിക്കൽ ഫാമിങ്ങിൽ ഇപ്പം ഹൈഡ്രോഫോണിക്സും എയറോഫോണിക്സും പറഞ്ഞു. ഇപ്പം ഹേ ഫാർമർ എന്ന് പറഞ്ഞ കൊച്ചിയിലെ കുസാറ്റ് ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയുണ്ട്. അവർ ഇതുപോലെ വെർട്ടിക്കൽ യൂണിറ്റ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ലിഷർ എന്ന രീതിക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഈ സാധനം ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൽ നമുക്ക് വീട്ടിൻ്റെ അകത്ത് ഇൻഡോറായിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് കൊടുത്ത് കൃഷി ചെയ്യാൻ പറ്റും. അപ്പം ഒരു വീട്ടിലൊരു 5 മെമ്പേഴ്സുള്ള വീട്ടിൽ അവർക്ക് വേണ്ട അറ്റ്ലീസ്റ്റ് പച്ചക്കറികളൊക്കെ അതിൽ തന്നെ ഉൽപ്പാദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈറ്റ്സ് ഇല്ലാണ്ട് ഔട്ട് സൈഡിലും ചെയ്യുന്ന രീതികളുണ്ട്. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ ഞങ്ങൾ ടെറസിൻ്റെ മേലെ ഒരു വെജിറ്റബിൾ ഗാർഡൻ പ്ലസ് ഒരു ഹെർബൽ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ സാധാരണ ടെറസിൻ്റെ മേലെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മെയിലുണ്ടാവുന്ന ചലഞ്ച വെള്ളം ലീക്ക് ചെയ്തിട്ട് ടെറസിലോട്ട് വരികയും വീടിൻ്റെ ഇതൊക്കെ കോൺക്രീറ്റിനൊക്കെ ലീക്കേജ് വരുന്നൊരു സിനാരിയാണ്. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഞങ്ങളവിടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിരിനന അല്ലെങ്കിൽ വിക്ക് ഇറിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പം ഒരു ചെറിയ പൈപ്പിലൂടെ വെള്ളം പോവുകയും ആ വെള്ളം ഒരു വിക്ക് വഴി ചെടിയിലോട്ട് നനയ്ക്കുകയും. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് നനയ്ക്കേണ്ട ഒരു സിനാരി വരുന്നില്ല, വെള്ളം ലീക്ക് ചെയ്ത് ടെറസിലൂടെ പോകുന്നൊരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള ഓരോ വീട്ടുകളിലും ഇതുപോലത്തെ ചെറിയ ബേസിക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഓൺ വെജിറ്റബിൾസ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നൊരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയാണ്. ഫുഡ് പ്രോസസ്സിങ്ങിന് ഒരു ഹ്യൂജ് ആയ ഓപ്പർച്യൂണിറ്റീസ് ലക്ഷദ്വീപിൽ എപ്പോഴും ഉണ്ട്. എസ്പെഷ്യലി കോക്കനട്ടാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. കോക്കനട്ടിൻ്റെ ഏറ്റവും ബൈ പ്രോഡക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം കോക്കനട്ടിൻ്റെ വെള്ളം, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട്, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ, അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട്, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ചാർക്കോള്, ഇതിൻ്റെയൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പം ഈ ഫുഡ് പ്രോസസ്സിങ് ഇപ്പം ലക്ഷദ്വീപ് പോലെ തന്നെ ജോഗ്രഫി ഐസൊലേറ്റഡ് പല സ്ഥലങ്ങളും ലോകത്തുണ്ട്. ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ പോലത്തെ രാജ്യങ്ങളിലോട്ട് ഇവിടെ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ്സ് കയറ്റി അയക്കുന്നത്. അപ്പോൾ ധാരാളം മലയാളികൾ അവിടെ ഉണ്ട്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓണസദ്യ, ഈ ഓണസദ്യയൊക്കെ ജാനുവരി മാസം ആകുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ ഓണസദ്യ സെപ്റ്റംബറിലേക്കാണ് ഓണം നടക്കുക. അപ്പം ജാനുവരി മാസങ്ങളിൽ തന്നെ ഇവിടുന്ന് ഓണസദ്യ പ്രിപ്പയർ ചെയ്തിട്ട് ആ രാജ്യത്തിൽ അയക്കും. അപ്പോൾ 2 ടെക്നോളജീസാണ് ബേസിക്കലി അതിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് കോൾഡ് ബ്ലാസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഇത് ഫ്രോസൺ ആയിട്ട് എൻ്റയർ വാല്യൂ ചെയിനിൽ ഇത് കോൾഡായിട്ട് തന്നെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഇത് കൊണ്ടുപോവുകയും എന്നിട്ട് അതിൻ്റെ എൻഡ് യൂസറിൽ എത്തുമ്പോൾ അത് കോൾഡായിട്ട് തന്നെ ആ കോൾഡ് ചെയിനിൽ തന്നെ ആയിരിക്കും അവൈലബിൾ ആയിട്ട് കിട്ടുക. അതിന് ഒരു മെത്തേഡ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് നമുക്ക് റിട്രോട്ട് ടെക്നോളജി എന്ന് പറയും. ഇപ്പം അത് തുടക്കത്തെ കാലങ്ങളിൽ നമ്മുടെ മിലിറ്ററിയിലേക്ക് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് റിട്രോട്ട് ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ ടേസ്റ്റി നിപ്പിൾസും അതുപോലത്തെ കുറേ കമ്പനീസ് ആൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റിട്രോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല. നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് പാക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും, നമുക്ക് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും. ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നമുക്ക് ചിക്കൻ ബിരിയാണി കവർന്ന് പൊട്ടിക്കാം, എന്നിട്ട് നേരെ ചൂടാക്കിയിട്ട് കഴിക്കാം, റെഡി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പം വർഷങ്ങളോളം ഫ്രിഡ്ജിൽ വെച്ച് 2 വർഷത്തോളം ഇത് കേടുവരാണ്ടിരിക്കും. അത് വന്ന് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മതി. ഇതുപോലെ ഒരുപാട് ഇപ്പം പരിപ്പുവട ആണെങ്കിലും ഉണ്ണിയപ്പം ആണെങ്കിലും ഇതുപോലത്തെ പല പ്രോഡക്ട്സും റിട്ടോർട്ട് ചെയ്തിട്ടാണ് ഇപ്പം പല രാജ്യത്തോട്ട് അയക്കുന്നത്. അപ്പം ഈ റിട്ടോർട്ട് ടെക്നോളജീൻ്റെ ഒരു വലിയൊരു പോസിബിലിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ തുടർഭാഗം അടുത്ത ആഴ്ച ഹരിത ചിന്തകളിലൂടെ കേൾക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഷബീർ അഹമ്മദ് KK. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കേളാസ് റാംബി. ഏവർക്കും നന്ദി, നമസ്കാരം.